എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷോറൂം വിസിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ആദ്യം ഹോണ്ട ചെയ്തായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ചെയ്തത് സുസുക്കിയുടെ ഷോറൂമാണ്. കോന്നിയിലുള്ള സുസുക്കി 4 സ്റ്റാർ സുസുക്കിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരാൻ കാരണം ഓണമൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓണമൊക്കെയാണ്. ഓണത്തിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ ഷോറൂമുകളും നിലവിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സുസുക്കിയുടെ ഷോറൂമിലെ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അറിയാം. അത് കൂടാതെ തന്നെ നമുക്ക് 2 പുതിയ കളർ വേരിയന്റ്, അതായത് നമുക്ക് ആക്സസിന്റെ ഏറ്റവും പുതിയ കളർ വേരിയന്റ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അവനസ്, സുസുക്കി അവനസിന്റെയും ഒരു കളർ വേരിയന്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുക. ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഓഫറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 5000 രൂപ വില വരുന്ന ഗിഫ്റ്റ് വാച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓണത്തിനായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് സുസുക്കി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ 2 വണ്ടിയുടെ കാര്യം നോക്കാം. അപ്പോൾ ഈ ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിന്റെ ഏറ്റവും പുതിയൊരു കളർ വേരിയന്റാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ആക്സിന്റെ നോർമൽ കളേഴ്സിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള 3 കളേഴ്സ് നമുക്ക് ഇതിന് 2 കളേഴ്സ് ഇതിന് മുമ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുതിയൊരു കളർ വേരിയന്റാണ് നമ്മുടെ ഈ ഇരിക്കുന്ന ഈ റെഡ് ആൻഡ് വൈറ്റ് കോംബോ വരുന്ന ഈ ഒരു കളർ വേരിയന്റ്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒറ്റ നോട്ടത്തിൽ ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻ, ഐ കാച്ചിങ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു ഡിസൈൻ അല്ലെ ആ ഒരു കളർ തീമിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നമുക്ക് LED ലൈറ്റ് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് അലോയ് വീല് വരുന്നുണ്ട്, സിൽവർ കളർ. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നൈസായിട്ട് തന്നെ, അതൊക്കെ ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ വണ്ടിയാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഡിജിറ്റൽ മീറ്റർ അടക്കം വരുന്ന, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ അടക്കം വരുന്ന ഒരു വണ്ടി കൂടാണ് നമ്മുടെ ഈ ആക്സസിന്റെ 125 ഏറ്റവും പുതിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ കളർ വേരിയന്റ് ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, കാണാനൊക്കെ നല്ല മനോഹരമാണ് ഈ വണ്ടി കാണാൻ. നമുക്ക് ഇവിടെ ആയിട്ടൊരു മൊബൈൽ ചാർജറിന്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ വണ്ടിയിലും ഉണ്ടായിരുന്നു. ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഫിനിഷിൽ ആ സീറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വൃത്തിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ആ റെഡും വൈറ്റും കൂടെ ചേർന്ന് വരുമ്പോൾ കാണാൻ കുറച്ച് മനോഹരമായിട്ടുണ്ട്. ബാക്കിലായിട്ടാണ് പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ പഴയ പോലെ തന്നെയാണ്. പിന്നെ സിംഗിൾ പീസായിട്ട് വരുന്ന ടൈലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ട് പറഞ്ഞു. നമുക്ക് E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലോടാണ്. നമുക്കിതിൽ ഒരു സിൽവർ കളറാണ് ഇതിൻ്റെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നേരെ നമുക്ക് അവനസിന്റെ കാര്യം നോക്കാം. അവനസിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 കളർ വേരിയന്റാണ് നമുക്കിപ്പോൾ നിലവിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെയുള്ള കളർ വേരിയന്റ് അടക്കം ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത് 4 കളർ വേരിയന്റാണ്. അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ആക്സസിൽ സിൽവർ അലോയ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ അവനസിൽ ഒരു ബ്ലാക്ക് കളറാണ് അലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് കുറച്ചൊരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത്. ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സ്കൂട്ടറാണ്. എന്നാൽ അവനസ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്പോർട്ടി ആക്കിയിട്ടുള്ള കൊടുത്തിരിക്കുന്ന സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു കളർ തീം നോക്കിയാൽ ഇതൊരു യെല്ലോ വേരിയന്റാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് റെഡ് വരുന്നുണ്ട്. റെഡിൽ ഈ ഗ്രാഫിക്സ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു യെല്ലോ കളറാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളി ഒരു പുതിയൊരു ഫ്രഷ്നെസ് തോന്നിക്കുന്ന കളറോടാണ്. ബാക്കിലോട്ട് നോക്കിയാലും അവനസ് എഴുതിയേക്കുന്ന ഒരു ബ്ലാക്ക് കളറിലെ 3D എംബ്ലമാണ്. ഈ സൈഡിലായിട്ടും ആ ഒരു അവനസിൻ്റെ ആ ഒരു 3D സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ മനോഹരമായിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ ഈ SCP എന്ന് എഴുതിയ അവരുടെ ടെക്നോളജിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സുസുക്കി എക്കോ പെർഫോമൻസ് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം ആ പഴയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈലൻസർ ആയാലും ആ പഴയ ഡിസൈൻ തന്നെയാണ്. അതിൽ കാര്യങ്ങളൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വയസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിക്ക് കൊടുക്കേണ്ട ആ ഒരു വയസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് സെൽഫ് എൻജിൻ യൂസ് അങ്ങനെയുള്ള സാധനം ഓപ്ഷൻ വരുന്നുണ്ട്. ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. അതുകൂടാതെ നമുക്ക് ഈ ബോക്സിനുള്ളിൽ ചെറിയൊരു മൊബൈൽ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. USB ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ വണ്ടിയിൽ വന്നത് തന്നെയാണ്. പിന്നെ ഈ മീറ്റർ ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. നമുക്ക് കണക്ടിവിറ്റിയോട് കൂടെ, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടെ വരുന്ന മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ, ബാക്കിലോട്ട് വന്നാൽ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ നിലനിർത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലോടാണ്.
പിന്നെ നമുക്ക് ഒരു ബൈക്കിന്റെ ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന പോലെയാണ് ഈ നമുക്ക് ഈ ഒരു അവനസിൽ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു മൾഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ടെയിലൈറ്റ് കുറച്ചുകൂടെ ഭംഗിയുള്ളതാണ്. ഇതിന്റെ ടെയിലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ DRLും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നൈസായിട്ട് തന്നെയാണ് സുസുക്കി അവനസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈലൻസർ മുമ്പേ പറഞ്ഞായിരുന്നു, നമുക്കൊരു വലിയ പ്രൊട്ടക്ഷനോടുകൂടി വരുന്ന സൈലൻസറാണ്. ഒരു ബ്ലാക്ക് കളർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഫൈബറിന്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു സിംഗിൾ ഹോളോട് സൈലൻസറാണ്. നമുക്ക് ഇതിന് ഈ വണ്ടിക്ക് ബാക്കിൽ വന്നിരിക്കുന്ന അലോയ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ച് അലോയ് വീലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 12ഉം ബാക്കിൽ 10ഉം ആണ് വന്നിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ആക്സസിന്റെ നോക്കിയാലും ആ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് 12ഉം ബാക്കിലായിട്ട് നമുക്ക് 10 ഇഞ്ച് അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലും വന്നിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ ഓണത്തിന്റെ ഒരു സീസണാണ്, ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഈ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓണത്തിനായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. ഏകദേശം 5000 രൂപ വരെ വില വരുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്നവർക്ക് ഇപ്പം ഓഫറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗിഫ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് ബോണസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൈക്ക് സെഗ്മെന്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജിക്സർ 250 അങ്ങനെയുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഇവിടെ ഇപ്പം നമുക്ക് കാണിക്കാനായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇരിപ്പില്ല. എങ്കിലും നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് ആ ബൈക്കും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അതിന് പോലും നമുക്ക് 10000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുസുക്കി ഈ ഫോർസ്റ്റാർ പോകുന്ന ഷോറൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടർ എടുത്താൽ പോലും ആ ഒരു എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സുസുക്കിക്ക് വരുന്ന ആക്സസ്, അവനസ്, അതുപോലെ തന്നെ നമുക്ക് ബർഗ്മാൻ എന്ന് പറയുന്ന മോഡലൊക്കെയാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഡ്രം ബ്രേക്ക് വരുന്ന വേരിയൻ്റ്, ഡിസ്ക് ബ്രേക്ക് വരുന്ന വേരിയൻ്റ്, അലോയ് വരുന്ന വേരിയൻ്റ്, അങ്ങനെ പല വേരിയൻറ്റും പല വിലയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ വിലയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ബൈക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ജിക്സർ ഉണ്ട്, ജിക്സർ 150, 250 ഉണ്ട്. അതുപോലെ തന്നെ G-Strom എന്ന് പറഞ്ഞ ബൈക്ക് നമുക്ക് നിലവിൽ ഈ സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് 5000 രൂപ വർത്ത് വരുന്ന ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഏത് വാഹനം എടുത്താലും നിങ്ങൾക്ക് സുസുക്കിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 5000 രൂപയുടെ വർത്ത് വരുന്ന ഗിഫ്റ്റിന്റെ കൂടെ തന്നെ വരുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ആക്സസറീസിന്റെ ഓഫർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്രോളിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സുസുക്കി കോന്നിയിലുള്ള സുസുക്കി ഫോർച്യൂണർ സുസുക്കിയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓണം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് കോന്നിയിലെ ഫോർച്യൂണർ സുസുക്കിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സുസുക്കി വാഹനം എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ ഈ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അറിയാനും അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.